ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ക്രിയേഷൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഗ്ലോബൽ സിനാറിയോ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിലെ ചില കീ പോയിന്റ്സിനെ കുറിച്ചാണ്. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ബൈനിയൽ റിപ്പോർട്ട് സോഫിയ ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ചില ബേസിക് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം. ഈ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് രണ്ടും ഒരു സെക്ടറാണ്. അതായത് ദ ടേം ഫിഷറീസ് ബ്രോഡ്ലി എൻകോംപോസസ് ബോത്ത് ക്യാപ്ചർ ഫിഷറീസ് ആൻഡ് കൾച്ചർ ഫിഷറീസ് ഓർ അക്വാകൾച്ചർ. Capture fisheries and aquaculture operate in both marine and inland freshwater and brackish environment. ഫിഷറീസ് എന്ന് പറയുമ്പോൾ ക്യാപ്ചർ ഫിഷറീസും കൾച്ചർ ഫിഷറീസ് അക്വാകൾച്ചർ രണ്ടും മറൈനിലും ഇൻലാൻഡിലും ഉണ്ട് അല്ലേ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും ഓർത്തിരിക്കുക. Capture fisheries is the practice of harvesting wild fish and other aquatic animals like crabs, lobsters, mollusks, etc. directly from their natural environment. In capture fisheries, harvesting of algae is very low compared to aquaculture. General ആയിട്ടുള്ള കാര്യമാണ്. ക്യാപ്ചർ ഫിഷറീസിൽ എന്തുണ്ട്? ആൽഗൽ പ്രൊഡക്ഷൻ, അനിമൽ പ്രൊഡക്ഷൻ ഉണ്ട്, ആൽഗൽ പ്രൊഡക്ഷൻ ഉണ്ട്. Aquaculture production is commonly categorized into two broad areas: the animal production, the culturing fish, shellfish and crustaceans, then algal production, farming seaweeds and microalgae for food, feed for other farmed organisms. അപ്പോൾ aquaculture production എന്നുണ്ട്, animal production ഉണ്ട്, algal production ഉണ്ട്. ഓർക്കുക, ഈ ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫിഷസ് ആൻഡ് അതർ അക്വാട്ടിക് അനിമൽസിന്റെ പ്രൊഡക്ഷൻ മാത്രമല്ല ചോദിക്കുന്നത്. ആൽഗ പ്രൊഡക്ഷൻ എത്രയാണ് പ്രത്യേകം ചോദിക്കാം, ടോട്ടൽ എത്രയാണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. 2024 സോഫിയയിൽ വന്ന FAOയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമായിട്ടുള്ള ചില കീ പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈനിയൽ റിപ്പോർട്ടാണ്. 2022 FAOയുടെ കണക്ക് വിവരങ്ങളാണ് 2024 സോഫിയയിൽ വന്നിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് 2020 കണക്ക് വിവരങ്ങൾ എപ്പോഴും 2022 സോഫിയയിൽ വന്നിരുന്നു. നമുക്കിനി കണക്ക് വിവരങ്ങളിലേക്ക് പോകാം. നോക്കാം. ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഇൻ 2022. According to FAO's Sophia report, global fisheries and aquaculture production hit an all-time record in 2022, reaching 223.2 million tons, with 185.4 million tons of aquatic animals and 37.8 million tons of algae. ഇത് ഒരു പ്രധാന കീ പോയിന്റ് ആണ്. അപ്പോൾ 2022 ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ അന്ന് ആൾ ടൈം റെക്കോർഡായിരുന്നു. 214 മില്യൺ ടൺസ് ആണ്. പക്ഷെ ഇപ്പോഴ് അതിനേക്കാൾ കൂടി അല്ലേ. അപ്പോൾ ആൾ ടൈം കീ പോയിന്റ് ആണ് ഓർക്കുക. അപ്പോൾ ഇപ്പോഴ് 223.2 മില്യൺ ആണ്. For global fisheries and aquaculture production, 223.2 million tons. Aquatic animals 185.4 million tons. Algae 37.8 million tons. ഇത് മൊത്തം എണ്ണം കൂടെ ചേർന്നിട്ട് അല്ലേ. Then world capture fisheries produced 92.3 million tons in 2022 with 91 million tons of aquatic animals and 1.3 million tons of algae. അപ്പോൾ ഇതിവിടെ മറ്റൊരു കീ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അതാ aquaculture surpassed capture fisheries for the first time in 2022. മറ്റൊരു കീ പോയിന്റ് ആണ്. അതായത് ക്യാപ്ചർ ഫിഷറീസിനെ കവച്ചു വെക്കുകയായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ ദ ഫസ്റ്റ് ടൈം
ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗ്ലോബൽ aquaculture production was 130.9 million tons of the 94.4 million tons of aquatic animals and 36.5 million tons of algae. അപ്പോൾ ഗ്ലോബൽ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഇതാണ് 30.9 million tons, aquatic animals 94.4 million tons, algae 36.5 million tons. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു ക്യാപ്ചർ ഫിഷറീസിൽ പൊതുവെ ആൽഗൽ പ്രൊഡക്ഷൻ പൊതുവെ കുറവാണ്. ഇപ്പോഴും ഈ ടൈമിൽ എന്നുള്ളതല്ല, പൊതുവായിട്ടുള്ള കാര്യം. അക്വാകൾച്ചറിലാണ് ആൽഗൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ കണക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഗ്ലോബൽ ക്യാപിറ്റൽ ഫിഷറീസ് 92.3 million tons അല്ലേ, നമ്മളോട് സൂചിപ്പിച്ചല്ലോ. ഗ്ലോബൽ അക്വാകൾച്ചർ പ്രൊഡക്ഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 130.9. അപ്പോൾ ഇവിടെ ടോട്ടൽ ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ, അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം ടോട്ടൽ ഗ്ലോബൽ ക്യാപ്ചർ ഫിഷറീസും അക്വാകൾച്ചർ പ്രൊഡക്ഷനും അല്ലെ, അങ്ങനെ പറയാമല്ലേ. എത്രയാണ്? 223.2 million tons. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗ്ലോബൽ ക്യാപ്ചർ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിൽ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.